ഉത്തരം പറയുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ശരഇയായ വിധികൾ എത്രയാണ് ശരഇയായ വിധികൾ? 5. 2. ഹലാലിനുള്ള മറ്റു പേരുകൾ ജായിസ്, മുബാഹ്. 3. നീ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങളേവ? നിങ്ങൾ ഇന്ന് ചെയ്ത വാജിബായ കാര്യങ്ങൾ എഴുതാനാ പറയുന്നത്. നിസ്കാരം, നോമ്പ് ഒക്കെ എഴുതാം. 4. സുന്നത്തിന് എത്ര പേരുകളുണ്ട്? 5 പേരുകളുണ്ട്. സുന്നത്ത് എന്ന് പേര് കൂടി കൂട്ടിയിട്ട് 5 പേരുകളുണ്ട്. 5. ഫർള് എത്ര വിധമാകുന്നു? നമ്മൾ പറഞ്ഞു അല്ലെ, ഫർള് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫർള് ഐന്, ഫർള് കിഫായ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ഓരോ ഉദാഹരണം എഴുതുക. ഉദാഹരണം എഴുതാനാ പറയുന്നത്. ശരഈയായ വിധികൾ താഴെ തന്നിട്ടുണ്ട്, അതിനൊക്കെ ഓരോ ഉദാഹരണം എഴുതാൻ പറയാം. ഫർള് ഐനിന് ഒരു ഉദാഹരണം എന്താ? ഫർള് ഐന് പറഞ്ഞാല് എല്ലാ വ്യക്തികൾക്കും നിർബന്ധമായത്, നിസ്കാരം, നോമ്പ് എന്നൊക്കെ എഴുതാം. 2. ഫർള് കിഫായക്ക് ഉദാഹരണം മയ്യത്ത് നിസ്കാരം. 3. മുസ്തഹബ് എന്താണ്? ഏതാക്കാം? ശരഈയാണ്. സുന്നത്തിന്റെ മറ്റൊരു പേരാണ് മുസ്തഹബ്. ഇങ്ങനെ മറ്റു പേരുകൾ ഉള്ളതിന് ആ പേര് വന്ന് ചോദിക്കും. അപ്പോ എല്ലാ പേരും മനസ്സിലാക്കി വെക്കുക. മുസ്തഹബ് എന്താണ്? സുന്നത്താണ് അല്ലെ. സുന്നത്തിന് ഒരു ഉദാഹരണം സലാം പറയൽ. 4. ജായിസ് എന്താണ്? ഹലാലിന്റെ മറ്റൊരു പേരാണ് അല്ലെ, ജായിസ്. അപ്പൊ ജാഹിസിന് ഉദാഹരണം നല്ല ചെരുപ്പ് ധരിക്കൽ. 5. കറാഹത്ത് എന്താണ്? നിസ്കാരത്തിൽ തല തുറന്നിടൽ അല്ലെ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, വ്യക്തമാക്കുക. 1. വാജിബ് എന്താന്ന് എഴുതാനാണ്. എന്താണ് വാജിബ്? ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയുള്ളതാണ് വാജിബ്. 2. കറാഹത്ത് എന്താണ്? ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതാണ് കറാഹത്ത്. 3. സുന്നത്ത് എന്താണ്? ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. 4. യോജിച്ച കള്ളിയിൽ എഴുതുക. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിന്റെ അടിയിൽ അഹ്കാമു ശർഇയ്യ ടേബിളായി തന്നിട്ടുണ്ട്. എന്നിട്ട് യോജിച്ചതിൽ എടുത്ത് എഴുതാനാ പറയുന്നത് കേട്ടോ. സക്കാത്ത് എന്താണ്? സക്കാത്ത് വാജിബാണ്. പെരുന്നാൾ നിസ്കാരോ? സുന്നത്ത്. കളവ് പറയല് ഹറാമ്. നല്ല വസ്ത്രം ധരിക്കല് മുബാഹ് പറഞ്ഞ ഹലാല്. ഖുർആൻ ഓതൽ സുന്നത്ത്. വുളൂ ഇല്ലാതെ സുജൂദ് ചെയ്യല് ഹറാമ്. ഇനി ഇൻഷാ അല്ലാഹ് ഇത്രയാണ് നമ്മൾ തദ്രീബാത്തിൽ നോക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ഇമ്പോർട്ടന്റ് ആയ നോട്ട്സ് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അഹ്കാമു ശർഇയ്യ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടേബിൾ വെച്ച് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം. നമ്മളെ ചാപ്റ്ററിൽ ഇങ്ങനെ ഒന്നായിട്ട് എഴുതി തന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എക്സാമിന്റെ ആ കുറഞ്ഞ ടൈമിലൊക്കെ ചിലപ്പോൾ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ടേബിൾ വരച്ച് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഒക്കെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ അഹ്കാമു ശർഇയ്യയും അതിന്റെ മറ്റു പേരുകളും പിന്നെ വ്യക്തമായിട്ടും പിന്നെ ഒരു ഉദാഹരണം എഴുതി ഇങ്ങനെ ടേബിൾ ആക്കി വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും പഠിക്കാൻ. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ ടേബിൾ ആയിട്ട് എഴുതി വെക്കുക. ഈ നോട്ട് നിങ്ങൾക്ക് എഴുതി എടുക്കാൻ വേണമെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ബുക്കിലൊക്കെ എഴുതി എടുക്കുക, പഠിക്കുക. എല്ലാതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാഠഭാഗം ചാപ്റ്റർ നല്ലോണം വായിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.